കഞ്ചാവ് കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. വേടൻ എന്നറിയപ്പെടുന്ന കിരണിന്റെ ഫ്ളാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും അരിവാൾ മാതൃകയിലുള്ള ആയുധവും കണ്ടെടുത്തു. അതേസമയം മാലയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിൽ റാപ്പർ വേടനെതിരെ വനം വകുപ്പ് കേസെടുത്തു. കഞ്ചാവ് കേസിൽ ഇന്ന് ഫ്ളാറ്റിൽ നിന്നാണ് റാപ്പർ വേടൻ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായത്. വേടൻ എന്നറിയപ്പെടുന്ന കിരണിന്റെ ഫ്ളാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവും അരിവാൾ മാതൃകയിലുള്ള ആയുധവും കണ്ടെടുത്തു എന്നാണ് വിവരം. ഒപ്പം തന്നെ മാലയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിൽ റാപ്പർ വേടനെതിരെ വനം വകുപ്പ് കേസെടുക്കുകയും ചെയ്തു. ഇരട്ട കുരുക്കിലേക്കാണ് റാപ്പർ വേടൻ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ വിവരം? നിലവിൽ റാപ്പർ വേടൻ ഉള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ്. വേടന്റെ ഒപ്പമുള്ള ആളുകളുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി അവരെയും കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിക്കാനായിട്ടുള്ള വകുപ്പുകളൊക്കെ തന്നെയാണെങ്കിലും വനംവകുപ്പ് കൂടി കേസെടുത്തിട്ടുണ്ട്. അതായത് പുലിപ്പല്ല്, വേടന്റെ മാലയിലെ ലോക്കറ്റായിട്ടുള്ള പുലിപ്പല്ല്, അത് പുലിപ്പല്ലാണ്, ഒറിജിനൽ ആണെന്ന് വനംവകുപ്പ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് നിലവിൽ വനംവകുപ്പ് എടുത്തിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ചുമത്തപ്പെടുക. അതുകൊണ്ട് തന്നെ കോടനാട്ടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റാപ്പർ വേടനെ കൊണ്ടുപോകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും റാപ്പർ വേടനെ കോടനാട്ടെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോവുക. ആദ്യഘട്ടത്തിൽ 6 ഗ്രാം കഞ്ചാവായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. അതോടൊപ്പം തന്നെ അരിവാൾ മാതൃകയിലുള്ള ഒരു ആയുധം കൂടി കണ്ടെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ആയുധം കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൂടി ചുമത്തുമെന്നുള്ള ഒരു സാധ്യതകളൊക്കെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അത് ചുമത്തിയേക്കില്ല എന്നുള്ള ഒരു അറിവാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. അതാണ് വേടനെ സംബന്ധിച്ച് കുരുക്കായി മാറുക. സ്വാഭാവികമായിട്ടും 7 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് താരതമ്യേന അളവ് കുറഞ്ഞുള്ളതാണ്. പക്ഷേ ഈ വനംവകുപ്പിന്റെ കേസിൽ അത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. എന്തായാലും കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളായിരിക്കും ഇനി പുരോഗമിക്കുക. അതോടൊപ്പം തന്നെ കോടതിയിൽ അടക്കം ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും നൽകിയത്